എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു SSD എൻക്ലോഷർ വെച്ച് ഒരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് NVMe അല്ലെങ്കിൽ M2 SATA മോഡൽ SSD ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് പ്രൊഡക്റ്റ് കാണിച്ചു തരാം. ഇങ്ങനെയാണ് നമുക്ക് എൻക്ലോഷർ വരുന്ന ഒരു പെട്ടിയിൽ കണ്ടോ. ഇതിൽ നമുക്ക് നമ്മുടെ എൻക്ലോഷർ കാണാം. അതിലൊരു പേപ്പർ വർക്ക് ഉണ്ട് ഇതിൽ കൂടെ. ചൈനീസ് പ്രൊഡക്റ്റ് ആണ് കേട്ടോ, പക്ഷേ നമുക്ക് കൈ പിടിക്കുമ്പോൾ അത്യാവശ്യം ക്വാളിറ്റി തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് അലൂമിനിയം ബോഡിയാണ് വരുന്നതിന്. ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ അടിവശം ഇതിൽ ഇത്രയും മോഡലുകൾ സപ്പോർട്ട് ചെയ്യും. ഈ കാണുന്നതെല്ലാം ഏകദേശം ഒരു 8 സെൻറ്റിമീറ്റർ വരെ വരുന്ന SSDകളൊക്കെ ഇടാൻ പറ്റും നമുക്ക്. ഇതിനകത്ത് Type C കേബിൾ വരുന്നുണ്ട്, നല്ല ക്വാളിറ്റിയുള്ള കേബിളാണ്. കുറച്ച് ബുഷും കാര്യങ്ങളും വരുന്നുണ്ട്. താഴെ നമ്മൾ നോക്കുകയാണെങ്കിൽ എൻ്റെ നമ്മുടെ NVMe പ്രസ് ചെയ്ത് വെക്കാനുള്ള സ്ക്രൂവും കാണാം, അതുപോലെ ഹീറ്റ് സിങ്ക് കാണാം, തെർമൽ ടേപ്പ് കാണാം. ഇങ്ങനെയാണ് നമ്മുടെ പാക്കേജ് വരുന്നത് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ഇതിൻ്റെ നേരെ എൻക്ലോസർ എടുത്തിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന SSD ഇതുപോലെ വെച്ച്, ഇത് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഒരു SSD ആണേ, സാറ്റ ടൈപ്പാണത്. ഇതിൽ M2 സാറ്റയും സപ്പോർട്ട് ചെയ്യും, NVMe സപ്പോർട്ട് ചെയ്യും കേട്ടോ. രണ്ട് സപ്പോർട്ട് ചെയ്യുന്നൊരു മോഡലാണത്. അപ്പോൾ ഇതുപോലെ നമ്മൾ പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം ആ പ്ലാസ്റ്റിക്കിൻ്റെ സ്ക്രൂ കറക്റ്റായിട്ട് അതിനകത്ത് പ്രസ് ചെയ്ത് വെച്ചാൽ കറക്റ്റായിട്ട് അതിനകത്ത് ഇരിക്കും കേട്ടോ. ഇത് ചാടി കയറില്ല. അപ്പോൾ ഇത് നമ്മളിങ്ങനെ വെറുതെ നിങ്ങൾ ഡെമോ ആയിട്ടൊന്ന് കാണിക്കുവാണ്. അപ്പോൾ കറക്റ്റായിട്ട് ഹീറ്റ് പാഡൊക്കെ ഒട്ടിച്ച് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാണിച്ചു തരാമേ. ഇതുപോലെ നമുക്കിങ്ങനെ തെർമൽ സ്റ്റിക്കറും അതുപോലെ തന്നെ ഹീറ്റ് സിങ്ക് ഇങ്ങനെ ഒട്ടിക്കാമെന്ന് കാണാം. ആദ്യം നമ്മൾ ഇതിൻ്റെ മുകളിലുള്ള സ്റ്റിക്കർ ഇളക്കി കളയണം, എന്നാലേ പ്രോപ്പറായിട്ടുള്ള ഹീറ്റ് കണ്ടക്ഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ വാറണ്ടിയുള്ള SSD ആണ് നിങ്ങൾ എടുക്കണമെങ്കിൽ അതിൻ്റെ സ്റ്റിക്കർ കളയരുത് കേട്ടോ. ഇതിപ്പോൾ ഓൾറെഡി എൻ്റെ കയ്യിൽ നിന്നൊരു പഴയത് പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് നേരെ വൃത്തിയാക്കി IP ഒഴിച്ച് നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതില്ലാത്തവരാണെങ്കിൽ വീട്ടിൽ വെച്ച് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കളഞ്ഞാൽ മതി. ഇതിൻ്റെ മുകളിലുള്ള ആ സ്റ്റിക്കറൊക്കെ ഇളക്കി കളഞ്ഞതിന് ശേഷം നമ്മൾ പെട്രോൾ ഒഴിച്ചൊന്ന് വാഷ് ചെയ്തെടുത്താൽ മതി. അതിന് ശേഷം ഉണക്കാൻ വെച്ചതിന് ശേഷം ഇതുപോലെ നമ്മൾ ആ തെർമൽ ടേപ്പ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അത് നമ്മൾ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലുള്ള ഈ കോട്ടിങ് ഇളക്കിയതിന് ശേഷം നമ്മുടെ ഹീറ്റ് സിങ്കിൻ്റെ അലൂമിനിയത്തിൻ്റെ ഒരു പീസ് വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ ടേപ്പ് ഇളക്കി പ്രോപ്പറായിട്ട് ഇളക്കുക. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഇളകിയൊക്കെ പോരും. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് കറക്റ്റായിട്ട് വെക്കണം. അപ്പോൾ നിങ്ങളിത് കാണിക്കുന്നുണ്ട്, നോക്കിക്കോളൂ. നമ്മളത് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെക്കണം. എന്നാൽ മാത്രമേ അലൂമിനിയത്തിൻ്റെ പീസ് ഹീറ്റ് സിങ്കിൻ്റെ പീസ് കറക്റ്റായിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിന് ശേഷം നമ്മൾ അലൂമിനിയത്തിൻ്റെ ആ ഹീറ്റ് സിങ്കിൻ്റെ പീസ് ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മുടെ എൻക്ലോഷറിൻ്റെ ആ ക്യാപ്പ് ഉണ്ട്, അത് നമുക്ക് ക്ലോസ് ചെയ്യാം. അതുപോലെ അതിൻ്റെ ആ മൂട്ടിലൊരു ചെറിയൊരു പീസും കൂടി വരും, അത് ലോക്കാക്കിയിരിക്കുന്ന. അതും കൂടി ഇട്ട് അത് നമ്മുടെ ഒരു സൈഡിലേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ലൈഡ് ചെയ്യുന്ന ടൈപ്പാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, സ്ലൈഡ് ചെയ്ത് നമ്മളെ ലോക്ക് ചെയ്യുക. ഇതുപോലെ കറക്റ്റായിട്ട് സ്ലൈഡ് ചെയ്യണേ. അപ്പോൾ നമ്മൾ കാണിക്കുന്നുണ്ട്, ഇങ്ങനെ ഇരിക്കുന്നത് നമ്മൾ ഇട്ട് ചെയ്യുമ്പോൾ. അതിന് ശേഷം ഇങ്ങനെ പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളിത് സെറ്റാക്കേണ്ട ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് ഡാറ്റകളൊക്കെ ഡയറക്റ്റ് C ടൈപ്പുള്ള ഫോണിൽ നിന്ന് ഡയറക്റ്റ് കോപ്പി ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിലേക്ക് ലാപ്ടോപ്പിലേക്ക് മറ്റും ഈസി ആയിട്ട് കോപ്പി ചെയ്യാം. നല്ല സ്പീഡാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.